പാമ്പുകടിയേറ്റ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ നില ഗുരുതരമായി തുടരുകയാണ്. തളിപ്പറമ്പ് പട്ടുവം സ്വദേശി നാരായണിയും കാസർഗോഡ് എളയിരിത്തട്ടിലെ 4.5 വയസ്സുകാരെ ഋതുചന്ദ്രയുമാണ് ചികിത്സയിലുള്ളത്. രണ്ടുപേരും വെന്റിലേറ്ററിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, നമ്മൾ ഈ തൃശ്ശൂരെ ആൾജോയുടെ സഹോദരന്റെ കാര്യത്തിൽ കണ്ടത് അവനും വളരെ പ്രശ്നത്തിലായിരുന്നെങ്കിലും പക്ഷേ വളരെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു നല്ല വാർത്ത നമുക്ക് ഒരു 1-2 ദിവസത്തിനുള്ളിൽ അന്ന് അവിടെ നിന്ന് വന്നിരുന്നു. ഋതുവിന്റെ കാര്യത്തിലടക്കം സമാനമായ നല്ല വാർത്ത പ്രതീക്ഷിക്കാമോ? ഹാഷ്മി ദിൽമ, നമുക്ക് അത്തരത്തിലൊരു വാർത്ത ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ രണ്ടുപേരും വെന്റിലേറ്ററിലാണ്. 2 ദിവസമായി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് 2 പേർക്കും പാമ്പുകടിയേറ്റത്. ഈ പറയുന്നത് പോലെ തളിപ്പറമ്പ് പട്ടുവത്തെ വയോധികയായിട്ടുള്ള നാരായണിയെ വെള്ളിക്കെട്ടൻ പാമ്പാണ് കടിച്ചത്. അവർ വീടിന് സമീപത്ത് നിന്ന് ചകിരിയും വിറകും ഒക്കെ ശേഖരിക്കുന്നതിനിടെ പാമ്പ് കടിക്കുകയായിരുന്നു. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അവരവിടെ ചികിത്സയിൽ തുടരുകയാണ്. വെന്റിലേറ്ററിലാണ് എന്നുള്ളതാണ് അതിലെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. ഡോക്ടർമാരുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതേ ദിവസം തന്നെയാണ് കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള 4.5 വയസ്സുകാരി. ആ കുട്ടിയും വീടിനകത്ത് നിന്ന് കളിപ്പാട്ടമൊക്കെ ഉപയോഗിച്ച് കളിക്കുകയായിരുന്നു. ആ സമയത്ത് മൂർഖൻ പാമ്പാണ് കടിച്ചത്. ആ കുട്ടിയെയും പിന്നീട് അവിടെ ഒരു ആശുപത്രി പ്രവേശിപ്പിച്ച ശേഷം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയാണ്. രണ്ടുപേരും ചികിത്സയിൽ തുടരുന്നു. രണ്ടുപേർക്കും ആന്റിവെനം പരിയാരം മെഡിക്കൽ കോളേജിൽ ആന്റിവെനം അസൗകര്യമൊക്കെ ഉണ്ട്. അതുൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്നുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കണ്ണൂരിൽ ഈ പാമ്പുകടിയേറ്റ ഒരു വയോധിക നഫീസ എന്ന് പറയുന്ന പ്രായമായ ഒരു സ്ത്രീ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതും വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് കട്ടിൽ കയറിയായിരുന്നു ഈ പാമ്പ് കടിച്ചത്. പാമ്പിന്റെ ശല്യം വളരെ രൂക്ഷമാണ്. വീട്ടിലും കടകളിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പാമ്പ് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ 2 പേർ പാമ്പുകടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ് വാർത്ത. കാശ്മീർ ജില്ല. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.